നമ്മൾ മനുഷ്യർ ഭൂമിയിലെ ഏറ്റവും മികച്ച ജീവികളാണെന്നാണല്ലോ പൊതുവേ ഉള്ളൊരു വിശ്വാസം. എന്നാൽ നമ്മൾ ശരിക്കും ഈ ഭൂമിക്കാരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? കേൾക്കുമ്പോൾ ഒരു അതിശയമൊക്കെ തോന്നാം, അല്ലേ? അതെ, നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം ഇക്കാലമത്രയും വിശ്വസിച്ചു വന്ന അടിസ്ഥാന കാര്യങ്ങളെ തന്നെ ഒന്നു കുലുക്കുന്ന വളരെ കൗതുകകരമായ ഒരു അന്വേഷണത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ അസംബന്ധമായി തോന്നാം. കാരണം ഈ ഭൂമി ഭരിക്കുന്നത് തന്നെ നമ്മളല്ലേ. നമ്മളെക്കാൾ ശക്തരായ മറ്റൊരു ജീവിയും ഇന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ശരീരഘടനയും നമുക്ക് തന്നെ ആയിരിക്കണമല്ലോ, ശരിയല്ലേ? പക്ഷേ യാഥാർത്ഥ്യം അതല്ലെങ്കിലോ? നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം മൊത്തത്തിൽ തെറ്റാണെങ്കിലോ? നമ്മുടെ നിത്യജീവിതത്തിലെ ചില ചെറിയ ബുദ്ധിമുട്ടുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10 മിനിറ്റ് പൊരിവെയിലത്ത് നിന്നാൽ അപ്പോ തുടങ്ങും നമ്മുടെ ചർമ്മം പൊള്ളാൻ. അതായത് ഈ പറയുന്ന സൺബേൺ. പോരാത്തതിന് ഭൂരിഭാഗം ആളുകൾക്കുമുള്ള ഒരു സ്ഥിരം പ്രശ്നമാണ് നടുവേദന. ഭൂമിയിലെ ഗുരുത്വാകർഷണം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇനി പ്രസവത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യരിലെ പ്രസവം അങ്ങേയറ്റം സങ്കീർണവും അപകടകരവുമാണ്. ഇതിനെല്ലാം പുറമെ ഭൂമിയിലെ ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സ്ലീപ്പ് സൈക്കിൾ, അതായത് ഇന്റേണൽ ക്ലോക്ക്, 24.15 മണിക്കൂറാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ പരിണമിച്ചുണ്ടായതാണ് നമ്മളെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എപ്പോഴേ മാറേണ്ടതല്ലേ? എന്താ തോന്നിയിട്ടില്ലേ അങ്ങനെ? ഇവിടെയാണ് പ്രശസ്തനായ ഡോക്ടർ എല്ലിസ് സിൽവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസന്റ് പ്ലാനറ്റ് തിയറി എന്ന കൺസെപ്റ്റ് കടന്നുവരുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയാണെന്ന് തോന്നാം. പക്ഷെ അദ്ദേഹം നിരത്തുന്ന വാദങ്ങൾ കേട്ടാൽ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഡോക്ടർ സിൽവർ പറയുന്നത് മനുഷ്യർ ഭൂമിയിൽ പരിണമിച്ചവരെയല്ല, മറിച്ച് മറ്റേതോ ഗ്രഹത്തിൽ നിന്നും വന്ന ഏലിയൻസ് ആണെന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഈ പോരായ്മകൾക്കെല്ലാം കാരണം നമ്മൾ മറ്റേതോ ഗ്രഹത്തിലെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തമനുസരിച്ച് ഏകദേശം 60,000-നും 2,00,000 വർഷങ്ങൾക്കുമിടയിലുള്ള കാലഘട്ടത്തിൽ വളരെ അഡ്വാൻസ്ഡായ ഏതോ അന്യഗ്രഹ ജീവികൾ നമ്മളെ ഭൂമിയിലേക്ക് നാടുകടത്തിയതാണ്. കാരണമെന്താണെന്നോ? മനുഷ്യർ പ്രകൃതിയാ വളരെ അക്രമവാസനയുള്ളൊരു ജീവിവർഗമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് നന്നാകുന്നതുവരെ, അല്ലെങ്കിൽ ഒരു സമാധാനപരമായ രീതിയിലേക്ക് മാറുന്നതുവരെ നമ്മെ പാർപ്പിക്കാൻ അവർ കണ്ടെത്തിയ ഒരു ഗാലക്റ്റിക് ജയിൽ, അഥവാ ഒരു കൂറ്റൻ തടവറ മാത്രമാണ് നമ്മുടെ ഈ ഭൂമി. എന്തൊരു ഐഡിയാണല്ലേ? ഇതിനൊരു പ്രധാന തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ സമയത്തിലെ പൊരുത്തക്കേടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഒരു തവണ കറങ്ങാൻ കൃത്യം 24 മണിക്കൂർ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ സിർക്കേഡിയൻ റിതം അഥവാ ഇന്റേണൽ ക്ലോക്ക് 24.15 മണിക്കൂറാണ്. ഇത് ചൂണ്ടിക്കാട്ടി ഡോക്ടർ സിൽവർ പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 24 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള മറ്റേതോ മാതൃഗ്രഹത്തിനു വേണ്ടിയാണെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് നമുക്കും തോന്നിപ്പോകും. ഈ ഏലിയൻ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കിടിലൻ വാദമുണ്ട്: പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടൽ. ഒന്ന് നോക്കൂ, ഭൂമിയിലെ മറ്റെല്ലാ ജീവവർഗങ്ങളും അവയുടെ ആവാസവ്യവസ്ഥയുമായി എത്ര കൃത്യമായൊരു സന്തുലിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. നാം കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു, ജലാശയങ്ങൾ മലിനമാക്കുന്നു, നൂറുകണക്കിന് ജീവിവർഗങ്ങളെ വംശനാശത്തിലേക്ക് തള്ളിവിടുന്നു. ശരിക്കും ഒരു അന്യഗ്രഹവർഗത്തെപ്പോലെ ഭൂമിയിലെ നിയമങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെയാണ് നമ്മുടെ ജീവിതം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഭൂമിക്കാരല്ലേ എന്ന് ആരും ചിന്തിച്ചു പോകും. അത്രയ്ക്കും ലോജിക്കലാണ് ഈ വാദങ്ങൾ. പക്ഷേ അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതൊക്കെ വെച്ച് നമ്മളാണ് ഈ ലോകത്തെ ഏലിയൻസ് എന്ന് അങ്ങുറപ്പിക്കാൻ പറ്റുമോ? അതോ ഈ ഏലിയൻ പോരായ്മകൾ എന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ ഭൂമിയിൽ ജീവിച്ചു നിൽക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങളുടെ, അതായത് പരിണാമം നമ്മിൽ അവശേഷിപ്പിച്ച അതിജീവനത്തിന്റെ ക്രൂരമായ പാടുകൾ മാത്രമാണെങ്കിലോ? നമുക്കിനി ഇതിന്റെ യഥാർത്ഥ സയൻസിലേക്കൊന്ന് തിരിയാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം: പരിണാമമെന്ന് പറയുന്നത് ഒരിക്കലും 100% പെർഫെക്ഷൻ അല്ല, മറിച്ചത് വെറും അതിജീവനം മാത്രമാണ്. നമ്മുടെ ഈ നടുവേദനയുടെ കാര്യം തന്നെ എടുക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികൾ ആഫ്രിക്കൻ മഴക്കാടുകളിൽ 4 കാലിൽ നടന്നിരുന്നവരാണ്. എന്നാൽ കാലം മാറിയപ്പോൾ മഴക്കാടുകൾ തുറസായ സവാനകളായി മാറി. അതോടെ അതിജീവിക്കാൻ വേണ്ടി അവർക്ക് ഇരകളെ ഓടിച്ചു തളർത്തി വേട്ടയാടുന്ന പെർസിസ്റ്റന്റ് ഹണ്ടിംഗ് എന്ന രീതി സ്വീകരിക്കേണ്ടി വന്നു. ഇതിനുവേണ്ടിയാണ് അവർ 2 കാലിൽ നടക്കാനും ഓടാനുമൊക്കെ തുടങ്ങിയത്. ദീർഘനേരം ഓടാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചെങ്കിലും അതിന്റെ വിലയായി മനുഷ്യന്റെ നട്ടെല്ല് ലംബമായി കംപ്രസ് ചെയ്യപ്പെട്ടു. ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്നും നടുവേദന നമ്മളെ ഒരു ശാപം പോലെ പിന്തുടരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പ്രകൃതിയും പരിണാമവും എപ്പോഴും പുതിയ തലമുറകളെ സൃഷ്ടിക്കാനും ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനും മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ കോട്ടം തട്ടാത്ത പെർഫെക്റ്റായൊരു ശരീരത്തെ ഉണ്ടാക്കാനല്ല.
പോരാത്തതിന് ഈ നടുവേദന മനുഷ്യർക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രശ്നമൊന്നുമല്ല. നായ്ക്കൾ, പൂച്ചകൾ, ആടുകൾ, എലികൾ, എന്തിന് ഉരകങ്ങൾക്ക് വരെ ഇത്തരം നടുവേദന വരാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ മാത്രം എങ്ങനെയാണ് ഏലിയൻസ് ആവുന്നത്, അല്ലേ? ഇനി സൺബേണിന്റെ കാര്യമെടുക്കാം. ഏലിയൻ തിയറിക്കാർ പറയുന്നത് നമ്മുടെ ചർമ്മം ഭൂമിയിലെ സൂര്യനെ താങ്ങാൻ പാകത്തിലുള്ളതല്ല എന്നാണ്. എന്നാൽ പരിണാമം പറയുന്നത് മറ്റൊന്നാണ്. സവാനകളിൽ മണിക്കൂറുകളോളം വേട്ടയാടുമ്പോൾ ശരീരം തണുപ്പിക്കാൻ മനുഷ്യന് നന്നായി വിയർക്കേണ്ടതുണ്ടായിരുന്നു. ശരീരത്തിൽ കട്ടിയുള്ള രോമങ്ങളുണ്ടെങ്കിൽ വിയർക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വിയർക്കാനും ശരീരം തണുപ്പിക്കാനും വേണ്ടി പരിണാമദശയിൽ നമ്മുടെ പൂർവികരുടെ രോമങ്ങൾ നഷ്ടപ്പെട്ടു. ഇതിന് നാം കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ പറയുന്ന സൺബേൺ. ഇതൊരു വലിയ വിട്ടുവീഴ്ചയായിരുന്നു. ഇനി അതും മനുഷ്യരുടെ മാത്രം കുഴപ്പമാണോ? ഒരിക്കലുമല്ല. തിമിംഗലങ്ങൾക്കും ഡോൾഫിനുകൾക്കുമെല്ലാം സൺബേൺ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഹിപ്പോകൾക്ക് അവയുടെ ചർമ്മത്തിൽ നിന്ന് പ്രകൃതിദത്തമായ ഒരു ഓയിലി സൺസ്ക്രീൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും അവയ്ക്കും പൊള്ളലേൽക്കും. പിന്നെ ആനകളുടെ കാര്യം, സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷ നേടാൻ അവർ ദേഹം മുഴുവൻ ചെളിയും മണ്ണും വാരിപ്പൂശുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചുരുക്കത്തിൽ സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏത് ജീവിക്കും ഈ ഭൂമിയിൽ സൺബേൺ ഉണ്ടാകാം. അത്രയുള്ളൂ കാര്യം. ഇനി മനുഷ്യനിലെ അപകടകരമായ പ്രസവത്തിന്റെ കാര്യം. ഇതിന് കാരണമായി ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഒബ്സ്റ്റെട്രിക്കൽ ഡിലമ എന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെയാണ്. അതായത് നമ്മൾ രണ്ടു കാലിൽ നടക്കാൻ തുടങ്ങിയതോടെ മനുഷ്യന്റെ പെൽവിസ് ഇടുങ്ങിയതായി മാറി. എന്നാൽ അതേസമയം തന്നെ നമ്മൾ കൂടുതൽ ബുദ്ധിശക്തിയുള്ളവരായി പരിണമിച്ചതോടെ നമ്മുടെ തലച്ചോറിന്റെയും തലയുടെയും വലിപ്പം കൂടിവരികയും ചെയ്തു. വലിയ തലയുള്ള കുഞ്ഞും ഇടുങ്ങിയ ബർത്ത് കനാലും, ഈ രണ്ട് പരിണാമ മാറ്റങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സംഘർഷമാണ് മനുഷ്യന്റെ പ്രസവത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റിയത്. മനുഷ്യർക്ക് മാത്രമാണോ പ്രസവം ഇത്ര കഠിനമായിട്ടുള്ളത്? ഈ 25% എന്ന സംഖ്യ ഒന്ന് നോക്കുക. കിവി പക്ഷികൾ ഇടുന്ന മുട്ടയ്ക്ക് അവയുടെ ശരീരഭാരത്തിന്റെ കാൽഭാഗം, അതായത് 25% ഭാരമുണ്ടാകും. ഇത് മനുഷ്യരുമായൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഒരു സ്ത്രീ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതുപോലെയാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഭീകരാവസ്ഥ. എന്നാൽ മൃഗലോകത്തെ മറ്റൊരു യാഥാർത്ഥ്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 60%. പുള്ളിപ്പുലികളുടെ വർഗത്തിൽപ്പെട്ട കഴുതപ്പുലികളുടെ ജനനം ഇതിലും ഭയാനകമാണ്. വളരെ സങ്കീർണമായ അവയുടെ പ്രസവ പ്രക്രിയയ്ക്കിടയിൽ ജനിക്കുന്ന 60% കുട്ടികളും ശ്വാസം മുട്ടി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മൃഗലോകത്ത് പ്രസവം അത്രയേറെ ഡേഞ്ചറസ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരം കഷ്ടപ്പാടുകളൊക്കെ പ്രകൃതിയിൽ സർവ്വസാധാരണമാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഇന്റേണൽ ക്ലോക്കിന്റെ സമയവ്യത്യാസമാണ്. നമ്മുടെ സിർക്കേഡിയൻ റിതം 24.15 മണിക്കൂർ ആയിരിക്കുന്നത് നാം ഏലിയൻസ് ആയതുകൊണ്ടൊന്നുമല്ല, മറിച്ച് മാറുന്ന സീസണുകൾക്കനുസരിച്ച് രാപ്പകലുകളുടെ ദൈർഘ്യം മാറുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ വേണ്ടി പരിണാമം നമുക്ക് നൽകിയ വളരെ ഫ്ലെക്സിബിളായൊരു സേഫ്റ്റി മെക്കാനിസമാണിത്. എല്ലാ ദിവസവും രാവിലെ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ ഈ ക്ലോക്ക് ഓട്ടോമാറ്റിക്കായി റീസെറ്റ് ആകുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ദൈർഘ്യം 24 മണിക്കൂറിൽ കുറവായിരുന്നെങ്കിലോ? ദിവസവും നമ്മൾ നേരത്തെ ഉണർന്ന് നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിൾ പൂർണ്ണമായും തകിടം മറിഞ്ഞേനെ. അവസാനമായി, ഈ ഏലിയൻ സിദ്ധാന്തം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതിലും വലിയൊരു കാര്യം ആവശ്യമില്ല. നമ്മുടെ സ്വന്തം DNA. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇതാണ് സത്യം. ഒരു വാഴപ്പഴത്തിന്റെ DNAയുമായി മനുഷ്യന് 60% സാമ്യമുണ്ട്. നമ്മൾ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വണ്ടികേറി വന്നതാണെങ്കിൽ എങ്ങനെയാണ് ഭൂമിയിലെ ഒരു സാധാരണ വാഴപ്പഴവുമായി നമുക്കിത്രയും ജനിതക സാമ്യമുണ്ടാകുന്നത്? നമ്മൾ തീർത്തും ഈ ഭൂമിയുടെ മക്കൾ തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും വ്യക്തമായ തെളിവാണിത്. അപ്പോൾ ഡോക്ടർ എല്ലിസ് സിൽവർ ഇവിടെ ചെയ്തതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കപടശാസ്ത്രം അഥവാ സൂഡോ സയൻസ് എങ്ങനെയാണ് ആളുകളെ വിഡ്ഢികളാക്കുന്നത് എന്നിത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അവർ ആദ്യം മനുഷ്യ ശരീരത്തിലെ യാഥാർത്ഥ്യമായ ചില പോരായ്മകളെ എടുത്ത് നമ്മുടെ മുന്നിലിടും. എന്നിട്ട് അതിലേക്ക് വളരെ കൗതുകകരമായ, നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന ഒരു കള്ളക്കഥ അങ്ങ് കൂട്ടിച്ചേർക്കും. അവസാനം ആ കഥയെ സപ്പോർട്ട് ചെയ്യാൻ തെറ്റായ കുറേ തെളിവുകളും നിരത്തും. കേൾക്കാൻ വളരെ രസകരമാണെങ്കിലും കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഇതിൽ യാതൊരു ലോജിക്കുമില്ലെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും. നമ്മുടെ ഈ ഒരു അന്വേഷണം നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്: കേൾക്കുമ്പോൾ സത്യമെന്ന് തോന്നുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല. എന്ത് കേട്ടാലും അത് എത്ര വലിയ ആൾ പറഞ്ഞാലും ഒരു നിമിഷം അതിനെ ചോദ്യം ചെയ്തു നോക്കുക. കാരണം വെറുതെ വിശ്വസിക്കുന്നവരല്ല, മറിച്ച് ചോദ്യം ചെയ്യാൻ പഠിക്കുന്നവരാണ് എപ്പോഴും മുന്നേറുന്നത്. നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇനിയും എന്തെല്ലാം തെറ്റിദ്ധാരണകളാകും നാം പേരിനടക്കുന്നത്? ചിന്തിക്കുക, ചോദ്യം ചെയ്യുക. ഇനിയും പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.